എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CPM-ൽ ഇപ്പോഴത്തെ യുവ നേതാക്കന്മാരിടയിൽ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്നതും കഴിവുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എം സ്വരാജ്. അപ്പോൾ എം സ്വരാജ് എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് തഴയപ്പെടുന്നത്? അതായത് പൊടുന്നനെ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ബേപ്പൂരിൽ മത്സരിക്കുന്നു, MLA ആകുന്നു, മന്ത്രിയാകുന്നു. അപ്പോൾ അതിനുശേഷമാണ് പാർട്ടിയിലെ കഴിവുള്ള യുവാക്കളെ ഈ റിയാസിന് വേണ്ടിയിട്ട് പാർട്ടി ബലി കഴിക്കുകയായിരുന്നു. അങ്ങനെ ബലി കഴിക്കപ്പെട്ട ഒരാളായിരുന്നു എം സ്വരാജ്. അപ്പോൾ ഈ എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാർ പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘപരിവാർ ങ്ങളെയും അവരുടെ ആശയങ്ങളും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എം സ്വരാജ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ സ്വരാജിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനയെ അതിശക്തമായ ഭാഷയിൽ എതിർത്തിരുന്നു. ഒരു കാരണവശാലും ഒരു തരത്തിലും ഈ സ്വരാജ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള അവരെ നേരിടുന്നതിലുള്ള ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. പല മീഡിയ വൺ ചാനലിൽ പോയിട്ടും അവരെ എതിർത്തുള്ള വ്യക്തിയാണ് ഈ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ എം സ്വരാജിന് എല്ലാവരും സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. സീറ്റ് കിട്ടിയില്ല. പക്ഷേ അവസാനം ഉണ്ടല്ലോ, പാർട്ടി പ്രതിരോധത്തിലാകുന്നൊരു സമയത്ത് പാർട്ടി സെക്രട്ടറി പോലും, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം ഗോവിന്ദനോട് പോലും പറഞ്ഞു, മീഡിയയെ കാണരുത്, ഇലക്ഷൻ കഴിയുന്നവരൊരു അക്ഷരം മിണ്ടരുത്. അപ്പോൾ പാർട്ടിയെ പല സമയത്തും പ്രതിരോധത്തിലാവുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു വ്യക്തിയാണ് ഈ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി. അത്യാവശ്യം കഴിവും സംസാരിക്കാനുമുള്ള ഒരു ഇത് തന്നെയാണ് ഈ യുവ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല പല കാര്യങ്ങളും ആൾക്കാർക്കും വലിയ വിയോജിപ്പുണ്ട്. പക്ഷേ വിമർശിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ വിമർശിക്കുന്ന ഒരു ഗുണം എം സ്വരാജിന് മാത്രമാണുള്ളത്. അപ്പോൾ ഈ എം സ്വരാജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ ഫാത്തിമ സെഹ്ലെ എന്ന് പറയുന്ന സുഡാപ്പിണി വലിയ രീതിയിൽ എം സ്വരാജിനെ ആക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. എം സ്വരാജ് വലിയൊരു സംഘാവാണ് എന്നാണ് പറയുന്നത്. സംഘാവ്, അതായത് ഈ സഖാക്കന്മാർക്ക് ഇടയിലുള്ള ഒരു സംഘി എന്ന രീതിയിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഈ ഫാത്തിമ സെഹ്ലയും തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ആധാരം എന്താണെന്നറിയാം. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, ഈ അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ ഫാത്തിമ സെഹ്ലിയ മത്സരിച്ചിരുന്നു. അപ്പോൾ ഫാത്തിമ സെഹ്ലിയ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഒരു പല പല ഇലക്ഷൻ ക്യാമ്പയിനുകളിലും ഷാഫി പറമ്പിലടക്കമുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് പ്രസംഗിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ വോട്ട് ചെയ്യാനുള്ള കാരണം, ഫാത്തിമ തെഹ്ലിയക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേര് ഫാത്തിമ തെഹ്ലിയ ആയത് കൊണ്ടാണ്. അപ്പോൾ ആ ഫാത്തിമ തെഹ്ലിയ എന്ന് പേരുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. അത് വലിയ രീതി കറക്റ്റായിട്ടുള്ളൊരു വർഗീയ പരാമർശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലാണ് അവർ ക്യാമ്പയിൻ നടത്തിയത്. അപ്പോൾ അതിനെതിരെയാണ് എം സ്വരാജ് ആഞ്ഞടിച്ചത്. ഇതൊരു പക്ക മുസ്ലിം വർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്ന എന്നാണ് സ്വരാജ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഷാഫി പറമ്പിലും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഷാഫി പറമ്പിലൊക്കെ റിപ്പോർട്ടർ ചാനൽ മുതലാളി ആൻഡോ അഗസ്റ്റിൻ അവരുടെ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഷാഫി പറമ്പിലൊക്കെ ക്യാമ്പയിൻ ചെയ്യുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മാത്രമാണ്, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് അങ്ങനെ ക്യാമ്പയിൻ ചെയ്യാറില്ല. അതായത് ഇയാൾ ഈ ഷാഫി പറമ്പിൽ നിന്ന് തികഞ്ഞൊരു വർഗീയവാദിയാണ്. ഈ മുസ്ലിം കൺസോൾട്ടേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെ അവിടെ ഇറക്കിയത്. അപ്പോൾ അതേ ഷാഫി പറമ്പിലിനെ ഇറക്കിയ സമയത്ത് അപ്പുറത്ത് ഒരു ഹിന്ദു കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്. അപ്പോൾ ആ വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കിയിരുന്നു. അപ്പോൾ ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സമാനമായ ഒരു ആരോപണം തന്നെയാണ് എം സ്വരാജും ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ വോട്ട് പിടിച്ചത് പക്കാ വർഗീയ മതം പറഞ്ഞിട്ട് തന്നെയാണ് എന്നാണ് ഈ സ്വരാജ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഫാത്തിമ തെഹ്ലിയ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം സ്വരാജിനെ അഴിച്ചു വിട്ടിരുന്നത്. അതായത് ഇവർക്കെതിരെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ സംഘിച്ചാപ്പ് കുത്തുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസംഗി എന്ന് പറയും. ഹിന്ദു, അതായത് ചെറിയ BJP ചായ്വോ ഹിന്ദു ആണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ സംഘി എന്ന് പറയും. ഏതെങ്കിലും സഖാവാണെങ്കിൽ അവനെ സംഘാവ് എന്നുള്ളൊരു പുതിയൊരു ടേം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ സ്വരാജിന് അങ്ങനത്തെ ഒരു ചാപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും സ്വരാജ് ഇതിനെ ഒരു തരത്തിലും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഈ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ആവശ്യമില്ല. പാർട്ടിക്ക് ഇപ്പോൾ ഇത്രയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഇപ്പോൾ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് എം സ്വരാജ്. അപ്പോൾ ഈ പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഇവിടെ തലപ്പത്ത് ഇരിക്കുന്നിടത്തോളം കാലം സ്വരാജിന് പാർട്ടിയിലൊരു ഭാവി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുമാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാത്തിമ തെഹ്ലിയെ ഈ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു BJP നേതാവായിട്ട് സംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുമായിട്ട് സ്വരാജ് നിരന്തരം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവൊന്നും പുറത്തുവിട്ടില്ല. അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അതിന് സ്വരാജ് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും, നിങ്ങളുടെ കയ്യിൽ ഉണ്ടയില വെടിപൊട്ടിക്കാതെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും. ഞാനങ്ങനെ ഏതെങ്കിലും BJP നേതാവുമായിട്ടോ സംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടുമെന്നാണ്
സ്വരാജ് തിരിച്ചടിച്ച്. അപ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന വലിയ രീതിയിൽ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ, അവർ ചെയ്യുന്ന തെണ്ടിത്തരത്തിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഓരോ ചാപ്പ കുത്തി സൈഡ് ലൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ മാപ്പറുകളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മേഖലകളിലും ഇവരുടെ ഒരു ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഫണ്ടിങ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഈ ചന്ദ്രഹാസം മുഴക്കുന്ന 8 മണിക്ക് ഫ്ലോറിൽ കയറിയിരുന്ന ചന്ദ്രഹാസം മുഴക്കുന്ന പല മാപ്പറുകൾക്കും സാലറി കൊടുക്കുന്നത് ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിനുള്ള കൂറ് അവർ കാണിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അതായത് ഇവരെ തെണ്ടിത്തരം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, അവരത്തെ ഇത്തരത്തിലുള്ള സംഘി ക്രിസംഘി സംഘാവ് എന്നുള്ള ചാപ്പ കുത്തുക, ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു അജണ്ടയാണ്. ഈ അജണ്ട എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ട കൂടിയാണ്. പല സംസ്ഥാനത്തും നമുക്കറിയാം. UK നടക്കുന്ന എന്താണ്, UK ശരിക്കും ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി. അപ്പോൾ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ അവർ സൈഡ് ലൈൻ ചെയ്യുന്നത് ഓരോരോ ഭൂപ്രദേശത്തെയും ഓരോരോ രാജ്യത്തെ നിലക്കുന്ന സവിശേഷ സാഹചര്യം ഉപയോഗിച്ചിട്ട് അവർക്ക് ഇത്തരം ചാപ്പകൾ അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ ഇവിടെ വലിയ ട്രെൻഡാണല്ലോ. അതായത് ഈ ആരെങ്കിലും ഈ ഹൈന്ദവ സംസ്കാരത്തെയും അതിനെതിരെ അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സംഖ്യയായിപ്പോഴും. അപ്പോൾ അത്തരത്തിലൊരു ആംബിയൻസ്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അതത് ഡെമോഗ്രാഫി അനുസരിച്ച് അവിടെ ഓരോരോ ചാപ്പകൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. UK ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, അതുമാതിരി. അപ്പോൾ ഇതൊരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ, അത് ചെറുത്ത് തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഈ പുരോഗമനം പറയുന്ന CPM പോലത്തുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തടയിടേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനും മുഹമ്മദ് റിയാസുമാണല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് വേറൊരു നീതി പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ വിധി വന്നപ്പോഴേ തന്നെ സ്വരാജ് തന്നെ പറഞ്ഞൊരു വാചകം ഞാൻ പറയുകയാണ്, അത് ഇതിനപ്പുറത്ത് വർത്തമാന ഇന്ത്യയിൽ ഇതിലപ്പുറം നിങ്ങൾ വേറെ എന്തെങ്കിലും വിധി നിങ്ങൾ പ്രതീക്ഷിച്ചോ മാലോകരെ എന്നുള്ള ഒരു സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയ. അത് തന്നെയാണ് പറയുന്നത്, ഈ തലപ്പത്ത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ നിലക്ക് നിർത്തുന്ന അത്തരം ഒരു പരിപാടി CPM ഭാഗത്ത് നിന്ന്, അവർക്കെതിരെ പ്രതികരണം CPM ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ മാലോകരെ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തിനായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഈ ഇവർക്കെതിരെ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പറയുന്ന ഏതൊരാളായും ഇത്തരം ചാപ്പകൾ കുത്തി സൈഡ് ലൈൻ ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം. അത് പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആ ഒരു അജണ്ട മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കണം. അതിന് മുന്നിൽ നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ഈ CPM. അപ്പോൾ സ്വരാജ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ആരെങ്കിലും എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്തിട്ട് ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റഹീമും അവരൊക്കെ പോയിട്ട് വലിയ രീതിയിലുള്ള ഡയലോഗ് അടിക്കുന്ന ടീമുകളാണ്. ഇപ്പോൾ ഈ സ്വരാജിനെതിരെ പറഞ്ഞപ്പോൾ ഒരക്ഷരം ഉരിയാടാൻ പറ്റാതെ ഇങ്ങനെ അണ്ണാക്കിൽ തിരികിയിട്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ CPM ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം ഭരണം പോയി കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കാമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ സ്വരാജ് എടുക്കുന്ന നടപടി പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല. അതിന് പിന്നിൽ ആരാണെന്ന് പറയണ്ടല്ലോ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.